അത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് നമ്മൾ യൂട്രസിൽ എന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ യൂട്രസിനകത്തുള്ള കട്ടി കൂടുതലോ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കും. പ്രശാന്ത് സാറേ, ഈ പോസ്റ്റ് മെനോപോസ് ബ്ലീഡിങ്ങിനെ കുറിച്ച് സാറ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? സാധാരണ രീതിയിൽ മാസമുറ നിന്ന സ്ത്രീകൾക്ക് വരുന്ന ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഒരു വർഷം പൂർണ്ണമായിട്ടും മാസമുറ ഇല്ലെങ്കിൽ നമ്മളത് പോസ്റ്റ് മെനോപോസ് ആയിട്ട് കണക്കാക്കും. അതായത് മാസമുറ നിന്നതായിട്ട് കണക്കാക്കും. അപ്പോൾ അത് എത്ര വയസ്സൊക്കെ സാധാരണഗതിയിൽ എത്രാമത്തെ? സാധാരണ രീതിയിൽ ഒരു 47 മുതൽ 53 വയസ്സിനിടയ്ക്കാണ് പീരീഡ്സ് സാധാരണ നിൽക്കുന്നത്. അത് ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് പീരീഡ് ഇല്ലെങ്കിൽ നമ്മളത് പോസ്റ്റ് മെനോപോസ് ആയിട്ട് കണക്കാക്കും. അപ്പോൾ ഈ പോസ്റ്റ് മെനോപോസ് ബ്ലീഡിങ്ങിന് കാരണം എന്തായിരിക്കും സാധാരണഗതിയിൽ? പ്രധാനമായിട്ടും വരുന്ന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ യൂട്രസിൽ വരുന്ന ക്യാൻസറുകളാണ്. അത് ഒന്ന് യൂട്രസിനകത്ത് വരുന്ന, അതായത് എൻഡോമെട്രിയത്തിൽ വരുന്ന ക്യാൻസറും, രണ്ട് യൂട്രസിന്റെ ഗർഭാശയ മുഖത്ത് വരുന്ന ഗർഭാശയ ഗള ക്യാൻസർ എന്ന് പറയും, അതായത് CSFX. പിന്നെ ഉള്ള യൂട്രസിനകത്ത് വരുന്ന ഇൻഫെക്ഷൻസോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പോസ്റ്റ് മെനോപോസലായിട്ട് ബ്ലീഡിങ്, അതായത് മാസമുറ നിന്ന സ്ത്രീകൾക്ക് വരുന്ന ബ്ലീഡിങ് ഉണ്ടാകും. അപ്പോൾ ഇത് ബ്ലീഡിങ് മാത്രമേ കാണുകയുള്ളൂ? അതായത് ഇപ്പോൾ ക്യാൻസറുകളാണല്ലോ സാറ് പറഞ്ഞത്, ക്യാൻസറുകളാണ് മേജർ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലീഡിങ് മാത്രമേ കാണുള്ളൂ, വേറെ എന്തെങ്കിലും സിംറ്റംസ് കാണുമോ ഇതിന്? ചിലപ്പോൾ ബ്ലീഡിങ് മാത്രമായിട്ട് കാണാം, അല്ലെങ്കിൽ ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഡിസ്ചാർജ്, അതായത് നമുക്ക് ഇപ്പോൾ വെള്ളപ്പോക്ക് പോലെ ഇങ്ങനെ ഡിസ്ചാർജ് പോലെ വരുന്നത് ചിലപ്പം ഈ ഗർഭാശയ ഗള ക്യാൻസറിന് ചിലപ്പം സിംറ്റം ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ ബ്ലീഡിങ് മാത്രം വരണമെന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് പോസ്റ്റ് മെനോപോസ് ബ്ലീഡിങ്, അതായത് പീരീഡ്സ് കഴിഞ്ഞു അത് കഴിഞ്ഞ് ബ്ലീഡിങ് വരികയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത് 2 ടെസ്റ്റുകളാണ് സാധാരണ രീതിയിൽ പോസ്റ്റ് മെനോപോസ് ബ്ലീഡിംഗ് ആയിട്ട് ഒരു പേഷ്യന്റ് വന്നാൽ ചെയ്യുന്നത്. അത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് നമ്മൾ യൂട്രസിൽ എന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ യൂട്രസിനകത്തുള്ള കട്ടി കൂടുതലോ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കും. 2 ചെയ്യുന്നത് നമ്മൾ ഗർഭാശയ മുഖത്തുനിന്ന് എടുക്കുന്ന പരിശോധന, അതായത് പാപ്സ്മിയർ എന്ന് പറയും. ഈ 2 ടെസ്റ്റുകളാണ് നമ്മൾ ബേസിക് ആയിട്ട്, അതായത് ആദ്യം വരുമ്പം അത് ചെയ്യുന്നത്. ഇത് 2ന്റെ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് പ്രശ്നം എന്നുള്ളത് അനലൈസ് ചെയ്യും, അതിനുള്ള ചികിത്സകൾ തീരുമാനിക്കുകയും ചെയ്യും. ഈ ക്യാൻസറുകൾ അല്ലാതെ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഈ ക്യാൻസർ അല്ലാതെ വരുന്ന മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ യൂട്രസിനകത്ത് വരുന്ന ഇൻഫെക്ഷൻസ് ആണ്. അല്ലെങ്കിൽ യൂട്രസിന്റെ പുറത്തോ അല്ലെങ്കിൽ യൂട്രസിനകത്തോ വരുന്ന ഇൻഫെക്ഷൻസ് കൊണ്ട് ചിലപ്പം ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ അപ്പം വേദന അങ്ങനെയുള്ള കാര്യങ്ങൾ. യൂട്രസ് ഇൻഫെക്ഷൻ ആണെങ്കിൽ സാധാരണ രീതിയിൽ വരുന്ന പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഒന്ന് ഈ ഡിസ്ചാർജ് പോലെ വെള്ളപോക്ക് പോലെ വരാനുള്ള സാധ്യതയുണ്ട്. 2 എന്ന് പറയുന്നത് നമുക്ക് ശക്തിയായ വയറുവേദന വരാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പാപ്സ്മിയർ ചെയ്തു, അതുപോലെ തന്നെ അൾട്രാസൗണ്ട് ചെയ്തു. ഇത് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഡിസൈഡ് ചെയ്യുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ക്യാൻസർ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ ഒരു സർവൈക്കൽ ക്യാൻസർ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്? സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് സർവൈക്കൽ ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റേജ് കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ചാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഏർലി സ്റ്റേജസ് ആണെങ്കിൽ നമ്മൾ സർജറിയാണ് ആദ്യം ചെയ്യുന്നത്. ബാക്കിയുള്ള മുന്നോട്ടുള്ള സ്റ്റേജുകളെല്ലാം റേഡിയോ തെറാപ്പിയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പം പോസ്റ്റ് മെനോപോസ് ബ്ലീഡിംഗ് വന്നു കഴിഞ്ഞാൽ എന്താണെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഈ ടെസ്റ്റുകൾ ചെയ്യാന്നുള്ളതാണ് സാറിന്റെ റെക്കമെൻഡേഷൻ അല്ലേ? എന്തായാലും അത് എത്രയും നേരത്തെ തന്നെ ഗൈനക്കോളജി കണ്ടിട്ട് അതിനുള്ള ഇവാലുവേഷൻ അല്ല ടെസ്റ്റുകൾ ചെയ്യണം. പിന്നെ യൂട്രസിനകത്തുള്ള എൻഡോമെട്രിയൽ ക്യാൻസർ നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്നത് ഒന്ന് നമ്മൾ ഡിയാൻസി ചെയ്യാം, അല്ലെങ്കിൽ ഹിസ്റ്റോസ്കോപ്പി. യൂട്രസിനകത്ത് ലാപ്രോസ്കോപ്പി പോലുള്ള ഉപകരണം വെച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ ഈ കട്ടി കൂടിയ ഭാഗത്തുനിന്ന് ബയോപ്സി എടുത്തിട്ട് പരിശോധനയ്ക്ക് അയച്ചിട്ട് നമുക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കാം. അപ്പോൾ ഇതിൽ ഏതാണ് ക്യാൻസർ എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടാണ് എന്ത് ചികിത്സ വേണമെന്ന് സാധാരണ രീതിയിൽ നമ്മൾ തീരുമാനിക്കും. താങ്ക് യു സർ. ഓക്കെ.